ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി നമുക്ക് ഒരു ചീര മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചൂടിൻ്റെ കാലാവസ്ഥയിലെ നമ്മുടെ ശരീരത്തിലെ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചീരയാണ് ഇത്. ഇതിനെ സാമ്പാർ ചീര എന്ന് പറയും. ഈ ചീര കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിലെ ചൂടൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇത് ഈ വായിലൊക്കെ വരുന്ന വായ്പുണ്ണെന്നൊക്കെ പറയില്ല, അതൊക്കെ മാറിക്കിട്ടാനൊക്കെ നല്ല ഒരു ഗുണമുള്ള ചീരയാണ് ഇത്. നമ്മൾക്ക് മെഴുക്ക് പുരട്ടി വെക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ സാധാ ചീരയില്ലേ അത് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും എടുക്കാം, അല്ലെ ഇത് ഒറ്റയ്ക്ക് വേണമെങ്കിലും വെക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ ചീര ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൂടി എടുത്തു. അല്ലെങ്കിൽ നമുക്ക് വേലിച്ചീരയോ വേറെ എന്തെങ്കിലും ചീരയോ അതൊക്കെ യൂസ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. നമ്മുടെ ചീര രണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൂടി എടുക്കാം. നമ്മുടെ ചീരയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സവാളയും കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഈ സവാളയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അത്ര ഉണ്ടാവുമേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീര കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചീരയും സവോളയൊക്കെ അരിഞ്ഞിട്ടത് നമുക്ക് അതിനകത്ത് ഇനി 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് വെള്ളം ഉണ്ടാക്കി അതൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കാവേ. നമ്മുടെ സാധാ ചുവന്ന ചീരയില്ലേ അത് വേണം, അത് മാത്രമായിട്ട് നമുക്കിങ്ങനെ മെഴുക്ക് പുരട്ടി വെച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ്. ശരീരമൊക്കെ ഒന്ന് തണുത്ത് കിട്ടാനും എല്ലാത്തിനും നല്ല വളരെ ഗുണമുള്ള ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.